കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന BCA ന്യൂ കോഴ്സിൽ സെക്കൻഡ് സെമ്മിൽ കവർ ചെയ്യുന്ന MCS 202 ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇഗ്നോ ഫോക്കസ് സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേൺവൈസിൽ ഇതിനു മുന്നേ ഉള്ള ഒരു 4 ഇഗ്നോ എക്സാം സൈക്കിളിൽ സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോ ഫോക്കസ്. അതായത് പ്രീവിയസ് ഇയർ ഒരു പാസ്റ്റ് 5 സൈക്കിളിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിൽ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഓരോ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതിൻ്റെ ഒരു എക്സാം പ്രോബബിലിറ്റി, ഇനി വരാൻ പോകുന്ന എക്സാമിന് ഇത് എത്രമാത്രം റിപ്പീറ്റ് ചെയ്ത് വരാം, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യും. ഫൈനലി ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ ആൻസർ ഗൈഡ് ബുക്കും മാർക്കിംഗ് സ്കീമും ആപ്പിൽ അവൈലബിൾ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളുടെ ആ ഒരു എക്സാം പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യും. ഇതിൽ റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്യും. ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരാം, അതിൻ്റെ ഒരു പ്രോബബിലിറ്റി പ്രഡിക്ഷൻ ഉണ്ട്. ദെൻ ഒരു പ്രഡിക്റ്റീവ് പേപ്പർ ഡിസ്കസ് ചെയ്യും. മോഡൽ ആൻസർ ആൻഡ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് മാർക്കിംഗ് സ്കീം ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ സിലബസ് മാപ്പ് ചെയ്യാൻ പോവാണ്. ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വിത്ത് എക്സാം റെലവൻസ്. എക്സാം റെലവൻസസിന്റെ ബേസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ബ്ലോക്ക് 1 പ്രോസസ് മാനേജ്മെന്റ്, അതിൽ യൂണിറ്റ് 1 ഓപ്പറേറ്റിംഗ് സ്ട്രക്ചർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ട്രക്ചേഴ്സ് ആൻഡ് സിസ്റ്റം കോൾസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ട്രക്ചർ പാസ് പേപ്പേഴ്സിൽ 6 ടൈംസ് ചോദിച്ചിട്ടുള്ളതാണ്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഇനി ബ്ലോക്ക് 1 പ്രോസസ് മാനേജ്മെന്റ് യൂണിറ്റ് 1 ആണ് വരുന്നത്. അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ട്രക്ചർ, സിസ്റ്റം കോൾസ്, അതിൽ സിസ്റ്റം കോൾസ് എന്ന് പറയുന്ന 5 ടൈംസ് പാസ് പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 2 പ്രോസസ് ആൻഡ് ത്രെഡ്സിൽ പ്രോസസ് മോഡൽ ആൻഡ് സ്റ്റേറ്റ്സ് 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. യൂണിറ്റ് 2 പ്രോസസ് ആൻഡ് ത്രെഡ്സ്, അതിൽ ത്രെഡ്സ് ആൻഡ് മൾട്ടി ത്രെഡിങ് 5 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി യൂണിറ്റ് 3 CPU സ്കെഡ്യൂളിംഗ്, അതിൽ CPU സ്കെഡ്യൂളിംഗിൽ FCFS ആൻഡ് SJF RR പ്രയോറിറ്റി 13 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി ബ്ലോക്ക് 1 പ്രോസസ് മാനേജ്മെന്റിൽ തന്നെ യൂണിറ്റ് 4 IPC ആൻഡ് സിങ്ക്രണൈസേഷൻ, ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ 7 ടൈംസോളം ചോദിച്ചു. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി യൂണിറ്റ് 4 IPC ആൻഡ് സിങ്ക്രണൈസേഷനിൽ പ്രോസസ് സിങ്ക്രണൈസേഷൻ, അതിൽ ക്രിട്ടിക്കൽ സെക്ഷൻ, സെമാഫോർ, മോണിറ്റേഴ്സ് 16 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി യൂണിറ്റ് 5 ഡെഡ് ലോക്സിൽ കണ്ടീഷൻസ്, പ്രിവെൻഷന്, ബാങ്കേഴ്സ് അൽഗോരിതം 14 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഹൈലി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ബ്ലോക്ക് 2 ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന യൂണിറ്റ് 1 മെമ്മറി ബേസിക്സ്, അതിൽ കണ്ടിഗ്യൂസ് എലോഗേഷൻ ആൻഡ് പാർട്ടീഷനിങ് 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 2 മെമ്മറി മാനേജ്മെന്റിൽ പേജിങ് ആൻഡ് സെഗ്മെന്റേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. 9 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 3 വെർച്വൽ മെമ്മറി, അതിൽ വെർച്വൽ മെമ്മറി ആൻഡ് ഡിമാൻഡ് പേജിങ് 10 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹൈലി പ്രോബബിൾ ആണ്. യൂണിറ്റ് 4 പേജ് റീപ്ലേസ്മെന്റ്, അതിൽ പേജ് റീപ്ലേസ്മെന്റിൽ FIFO LRU OPT 12 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഹൈലി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇനി ബ്ലോക്ക് 2 മെമ്മറി മാനേജ്മെന്റിൽ യൂണിറ്റ് 5 ട്രാഷിംഗ് ആൻഡ് വർക്കിംഗ് സെറ്റ് 5 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ബ്ലോക്ക് 3 വരുമ്പോൾ ഫയൽ സിസ്റ്റം ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്, യൂണിറ്റ് 1 ഫയൽ സിസ്റ്റം കോൺസെപ്റ്റ്സ്, അതിൽ ഫയൽ സിസ്റ്റം, ഇന്റേണൽസ്, INODE, FAT, ആ ഏരിയയിൽ നിന്ന് 5 ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്.
ഇനി യൂണിറ്റ് 2 ഡിക്ഷണറി ആൻഡ് അലോക്കേഷൻ. അതിൽ ഫയൽ അലോക്കേഷൻ, കണ്ടിഗ്യൂസ്, ലിങ്ക്ഡ്, ഇൻഡെക്സ്ഡ് 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി യൂണിറ്റ് 3 ഡിസ്ക് സ്കെഡ്യൂളിംഗ്. അതിൽ ഡിസ്ക് സ്കെഡ്യൂളിംഗിൽ സ്കാന്, സി സ്കാന്, SSTF 8 ടൈംസ് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി യൂണിറ്റ് 4 ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റത്തിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ബഫറിംഗ് ആൻഡ് സ്പൂളിംഗ് 6 ടൈംസ് ചോദിച്ചു. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനിയും യൂണിറ്റ് 5 പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി. പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റിയിൽ ACLS കേപ്പബിലിറ്റീസ് 4 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനിയും യൂണിറ്റ് 1 ബ്ലോക്ക് 4 യൂണിറ്റ് 1 ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ബേസിക്കില് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോൺസെപ്റ്റ്സ് 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 2 ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റത്തിൽ എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം എന്നുള്ളത് 4 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി യൂണിറ്റ് 3 RPC ആൻഡ് മിഡിൽ വെയർ. അതിൽ റിമോട്ട് പ്രൊസീജിയർ കോൾസ് ആൻഡ് മിഡിൽ വെയർ 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 4 ലിനക്സ് യൂണിക്സ് കേസ് സ്റ്റഡി. ലിനക്സ് യൂണിക്സ് കേസ് സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. ഇനിയും യൂണിറ്റ് 5 മൊബൈൽ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിൽ മൊബൈൽ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്ക് തന്നെ 4 തവണയോളം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഒരു ബേസിസിൽ നമുക്ക് 4 ബ്ലോക്സ് എടുക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്ക് 1 ആണ്. പ്രോസസ് മാനേജ്മെന്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ട്. ഇനി ബ്ലോക്ക് 2 മെമ്മറി മാനേജ്മെന്റിൽ നിന്നും, ബ്ലോക്ക് 3 ഫയൽ സിസ്റ്റം ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നിന്നും, ബ്ലോക്ക് 4 അഡ്വാൻസ്ഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈ ഏരിയയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഈ ഹീറ്റ് മാപ്പ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 1 യൂണിറ്റ് 4 നിന്നാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. ഓക്കെ, അതിൽ പ്രോസസ് സിങ്ക്രണൈസേഷൻ, അതിൽ ക്രിട്ടിക്കൽ സെഷൻ, സെമാഫോർ, മോണിറ്റേഴ്സ്, അതുപോലെ ഡെഡ് ലോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ കണ്ടീഷൻ പ്രിവെൻഷൻ, ബാങ്കേഴ്സ് അൽഗോരിതം, ദെൻ CPU സ്കെഡ്യൂളിംഗ്, അതിൽ തന്നെ FCFS, SJF, RR പ്രയോറിറ്റി. അപ്പൊ ഈ ടോപ്പ് 3 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്, ദാറ്റ് ഇസ് പ്രോസസ് സിങ്ക്രണൈസേഷൻ, ഡെഡ് ലോക്ക്, CPU സ്കെഡ്യൂളിംഗ്, ഈ ഏരിയ ഒക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇനി നമ്മൾ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നോക്കുന്നത്. essay അല്ലെങ്കിൽ ലോങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് വരാം. അതിൽ കോൺസെപ്റ്റ്സ് ഡിസ്ക്രൈബ് ചെയ്യുക, ഡയഗ്രാം, അൽഗോരിതം, ഇതൊക്കെ ആവശ്യമുള്ളിടത്ത് അത് കൊടുക്കാം. ഇനി ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ നോട്ട്, കൺസൈസ് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഓക്കെ, ഷോർട്ട് ആൻസേഴ്സിൽ. ഇനി ന്യൂമറിക്കൽ അല്ലെങ്കിൽ അൽഗോരിതമാറ്റിക് പ്രോബ്ലം, അതിൽ സോൾവബിൾ സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ട് വേണം. അതിൽ ഗ്യാൻ ചാർട്ട്, പേജ് ഫ്ലോട്ട് കൗണ്ട്സ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. ഇനി കേസ് സ്റ്റഡി, അതിൽ അപ്ലൈഡ് സെനാരിയോ വരാം. അതിൽ അനലൈസ് അല്ലെങ്കിൽ ജസ്റ്റിഫൈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ഓർ പോളിസി ചോയ്സ്. ഇനി ഡയഗ്രാം ബേസ്ഡ് ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ, അതിൽ ലേബല്, കോമ്പോണന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ ഫയൽ സിസ്റ്റം ലേഔട്ട്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇനി MCQ, ഫയലിൻ്റെ നമുക്ക് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത് റയർ ആയിട്ടേ ചോദിക്കാറുള്ളൂ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ്, ഈ ഒരു പേപ്പറിന് അങ്ങനെ ചോദിക്കുന്നതല്ല ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ നോക്കുന്നത് ടിപ്പിക്കൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരും. എസ്എ ടൈപ്പിന് 10 to 50 മാർക്സ് ആണ്. 180 to 250 വേർഡ്സിൽ എഴുതണം. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് 4 to 6 മാർക്കിലാണ്. 80 to 120 വേർഡ്സിൽ എഴുതണം. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് 8 to 10 മാർക്ക് ആയിരിക്കും. കേസ് സ്റ്റഡി വരും 10 to 12 മാർക്ക്. അതിലൊരു 150 to 220 വേർഡ്സിൽ എഴുതണം. ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 3 to 5 മാർക്കിന് 50 to 90 വേർഡ്സ് ആണ്. MCQ 1 to 2 മാർക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എസ്എ അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് 10 to 50 മാർക്സിന് കവർ ചെയ്യും. 180 to 250 വേർഡ്സിൽ വേണം എഴുതാൻ. എക്സാമ്പിൾ, സ്കെഡ്യൂളിംഗ് വേഴ്സസ് റെസ്പോൺസീവ്നെസ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പം അതിൽ ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുക, ഡയഗ്രാം, അൽഗോരിതം, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കേസിൽ അത് കൊടുക്കുക, എക്സാമ്പിൾസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു എക്സാമിനർ ചെക്ക് ചെയ്യുന്നത് ഒരു പ്രോപ്പറായിട്ട് ഇൻട്രൊഡക്ഷൻ ഉണ്ടോ, അതിന്റെ മെക്കാനിസംസ് അതുണ്ടോ, അതുപോലെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടോ, ലിമിറ്റേഷൻസ്, then ഒരു കൺക്ലൂഷൻ ഉണ്ടോ, ഈ കാര്യങ്ങളായിരിക്കും ചെക്ക് ചെയ്യുന്നുണ്ടാവുക. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ടിപ്പിക്കലി 4 to 6 മാർക്കാണ്. 80 to 120 വേർഡ്സിൽ പ്രിസൈസ് നോളജ് ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ലൈക്ക് സെമാഫോർ, ത്രാഷിംഗ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ വരാം. അപ്പൊ നമ്മൾ എക്സാമ്പിൾസും ഒക്കെ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ക്രിസ്പായിട്ടുള്ള ഡെഫിനിഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ന്യൂമറിക്കൽ അൽഗോരിതമാറ്റിക് ക്വസ്റ്റ്യൻസ് 8 to 10 മാർക്കിന് വരാം.
അതിൽ CPU സ്കെഡ്യൂളിംഗ് മെട്രിക്സ്, പേജ് ഫോൾട്ട് കൗണ്ട്, ഡിസ്കാം മൂവ്മെന്റ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, ന്യൂമറിക്കൽ നമ്മുടെ അൽഗോരിതമാറ്റിക് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി കേസ് സ്റ്റഡി, അപ്ലൈഡ് സെനാരിയോ 10 to 12 മാർക്കിന് ഒരു 150 to 220 വേർഡ്സിന് ചോദിക്കും. അത് നമ്മൾ റിയലിസ്റ്റിക് കോൺസെപ്റ്റ്സിന്റെ ബേസിൽ, റിയലിസ്റ്റിക് ആയിട്ടുള്ള കൺസ്ട്രെയിൻസിന്റെ ബേസിസിൽ വേണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 ഒരു പാസ്റ്റ് 5 സെഷൻസിന്റെ ബേസിസിൽ ഒരു 31.2% മാർക്ക് ബ്ലോക്ക് 1 ബ്ലോക്ക് 2 29.8% ബ്ലോക്ക് 3 22.2, ബ്ലോക്ക് 4 16.8% ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെയിറ്റേജ് ആണ്. ഇതിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ലോങ് ആൻസറിന്റെ വെയിറ്റേജ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം പാസ് പേപ്പേഴ്സിൽ. ഇനിയും നമുക്ക് ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതിലൊരു ഹൈപ്പ് കാണാം. ഷോർട്ട് നോട്ട്സും കുറഞ്ഞു വരുന്ന ടെൻഡൻസിയാണ്. കേസ് സ്റ്റഡി, അപ്ലൈഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊരു ഹൈപ്പും കാണാനായിട്ട് പറ്റും. കേസ് സ്റ്റഡീസ് റൈസ് ചെയ്യുകയാണ്, ഓൾമോസ്റ്റ് 10% ഇൻക്രീസ് ആണ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ന്യൂമറിക്കൽ അല്ലെങ്കിൽ അൽഗോരിതമാറ്റിക് ക്വസ്റ്റ്യൻസ് ഒരു 20 to 26% ഒരു സ്റ്റഡി റൈസ് നമുക്ക് കാണാൻ പറ്റും. എസ്സേ ഇച്ചിരി ഡിപ്പാണ് കാണുന്നത്, 35% ഓൾമോസ്റ്റ് ഒരു 28% കുറഞ്ഞതായിട്ട് കാണാം. അപ്പൊ നമ്മൾ ഈ വെയിറ്റേജിന്റെ എസ്സേക്ക് ഒരു 50 to 55 മിനിറ്റ്സ് കൊടുക്കുക എക്സാം എഴുതുമ്പോൾ. അതുപോലെ ഷോർട്ട് നോട്ടിന് 45 to 50 മിനിറ്റ്സ്, ന്യൂമറിക്കൽ ടൈപ്പിന് 45 to 50 മിനിറ്റ്സ്, കേസ് സ്റ്റഡിക്ക് 25 to 30 മിനിറ്റ്സ്, ഒരു ബഫർ ടൈം 10 to 15 മിനിറ്റ്സ് കൊടുക്കുക, ഡയഗ്രാംസും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഇനി ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് അപ്പിയറൻസ് കൗണ്ടിൽ നോക്കുവാണെങ്കിൽ കമ്പ്യൂട്ട് വെയിറ്റിംഗ് അല്ലെങ്കിൽ ടേൺ അറൌണ്ട് ടൈം യൂസിങ് FS, SJF, റൗണ്ട് റോബിൻ, പ്രയോറിറ്റി, കമ്പയർ ഔട്ട്കംസ് 8 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് വൺ, സിമുലേറ്റ് FUFO, LRU, OPT, പേജ് റീപ്ലേസ്മെന്റ് ഫോർ എ റഫറൻസ് സ്ട്രീം, റിപ്പോർട്ട് പേജ് fault count 8 times. Third one, use Banger's algorithm or find a safe sequence, discuss deadlock handling assumptions 7 times ചോദിച്ചിട്ടുണ്ട്. Fourth one, design or verify a semaphore or monitor solution for a critical session, argue freedom from the deadlock, starvation 7 times. Fifth one, schedule disk request with the SSTF, scan, C-scan, compute total head movement 6 times. Sixth one, contrast paging and segmentation, illustrate address translation with the neat diagram 5 times ചോദിച്ചിട്ടുണ്ട്. Seventh one, derive effective memory access time with the TLB hit ratio, state assumptions clearly 5 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Eighth one, implement procedure consumer or reader writer using a semaphore or monitors, justify correctness 5 times. Ninth one, explain file allocation, contiguous, linked, indexed with the pros, cons and a small example 4 times. 10th one, define thrashing, explain the working set model and remedies, identify from a scenario 4 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നമുക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയ ലേണേഴ്സിന്റെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായും മനസ്സിലാക്കുന്നതിനായും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുമായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഫ്രീക്വൻസി ടേബിൾ ആണ്. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ബേസിൽ. ഫസ്റ്റ് വൺ, കമ്പ്യൂട്ട് വെയിറ്റിംഗ് ഓർ ടേൺ അറൌണ്ട് ടൈം യൂസിങ് FS, SJF, primitive,
or not. Then round robin, priority compare outcomes. ബ്ലോക്ക് 1 യൂണിറ്റ് 3 വരുന്നതാണ് CPU സ്കെഡ്യൂളിങ്ങിന്റെ ഭാഗത്തു. പാസ്റ്റ് പേപ്പറിൽ 8 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് വൺ സിമുലേറ്റ് FUFO LRU OPT പേജ് റീപ്ലേസ്മെന്റ് ഫോർ എ റെഫറൻസ് സ്ട്രീം റിപ്പോർട്ട് പേജ് ഫോൾട്ട് കൗണ്ട്. ബ്ലോക്ക് 12 യൂണിറ്റ് 4 പേജ് റീപ്ലേസ്മെന്റ് 8 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി തേർഡ് വൺ യൂസ് ബാങ്കേഴ്സ് അൽഗോരിതം ഓർ ഫൈൻഡ് എ സേഫ് സീക്വൻസ് ഡിസ്കസ് ഡെഡ്ലോക്ക് ഹാൻഡിലിംഗ് അസംഷൻസ്. ബ്ലോക്ക് 1 യൂണിറ്റ് 5 ഡെഡ്ലോക്കിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഫോർത്ത് വൺ ഡിസൈൻ വെരിഫൈ സെമാഫോർ ഓർ മോണിറ്റർ സൊല്യൂഷൻ ഫോർ എ ക്രിട്ടിക്കൽ സെഷൻ ആർഗ്യൂ ഫ്രീഡം ഫ്രം ഡെഡ്ലോക്ക് സ്റ്റാർവേഷൻ. ബ്ലോക്ക് 1 ആൻഡ് യൂണിറ്റ് 4 പ്രോസസ് സിൻക്രണൈസേഷൻ 7 ടൈംസ് ഓളം ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫിഫ്ത്ത് വൺ സ്കെഡ്യൂൾ ഡിസ്ക് റിക്വസ്റ്റ് യൂസിങ് SSTF SCAN SCAN കമ്പ്യൂട്ട് ടോട്ടൽ ഹെഡ് മൂവ്മെന്റ്. അത് ബ്ലോക്ക് 3 യൂണിറ്റ് 3 വന്നാണ് ഡിസ്ക് സ്കെഡ്യൂളിംഗ്. 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി സിക്സ്ത് വൺ കോൺട്രാസ്റ്റ് പേജിംഗ് ആൻഡ് സെഗ്മെന്റേഷൻ ഇല്യൂസ്ട്രേറ്റ് അഡ്രസ് ട്രാൻസ്ലേഷൻ വിത്ത് എ ന്യൂ ഡയഗ്രാം. ബ്ലോക്ക് 2 യൂണിറ്റ് 2 പേജിംഗ് ആൻഡ് സെഗ്മെന്റേഷൻ 5 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇനി സെവൻത് വൺ ഡിറൈവ് എഫക്റ്റീവ് മെമ്മറി ആക്സസ് ടൈം EAT വിത്ത് TLB ഹിറ്റ് റേഷ്യോ സ്റ്റേറ്റ് അസംഷൻസ് ക്ലിയർലി. ബ്ലോക്ക് 2 യൂണിറ്റ് 3 വെർച്വൽ മെമ്മറിയുടെ ഏരിയന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. എയ്ത്ത് വൺ ഇംപ്ലിമെന്റ് പ്രൊസീജിയർ കൺസ്യൂമർ ഓർ റീഡർ റൈറ്റർ യൂസിങ് സെമാഫോർ മോണിറ്റേഴ്സ് ജസ്റ്റിഫൈ കറക്റ്റ്നെസ്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ചോദിച്ചാണ്. പ്രോസസ് സിൻക്രണൈസേഷൻ 5 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി നയൻത് വൺ എക്സ്പ്ലെയിൻ ഫയൽ അലോക്കേഷൻ കണ്ടിഗ്യുവസ് ലിങ്ക്ഡ് ഇൻഡെക്സ്ഡ് വിത്ത് പ്രോസ് കോൺസ് ആൻഡ് സ്മോൾ എക്സാമ്പിൾ. ബ്ലോക്ക് 3 യൂണിറ്റ് 2 ഡിക്ഷണറി ആൻഡ് അലോക്കേഷൻ 4 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 10th one define trashing, explain the working set model and remedies, identify from a scenario. അത് ബ്ലോക്ക് 2 യൂണിറ്റ് 5 trashing ആൻഡ് വർക്കിംഗ് സെറ്റ് 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ഷെയർ ഓഫ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് ആണ്. ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യനിൽ 73.8% കവർ ചെയ്യുന്നത് ഈ ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്കെഡ്യൂളിംഗ് പേജ് റീപ്ലേസ്മെന്റ് ഡിസ്ക് മാനേജ്മെന്റ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടൊന്ന് റെഫർ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എക്സാമിന് ഒരു 10 to 12 മിനിറ്റ്സ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഫ്രെയിമിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം എക്സാമിന് പോവാനായിട്ട്. ഇനി പ്രോബബിലിറ്റി മെട്രിക്സ് ടേബിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 CPU സ്കെഡ്യൂളിംഗ് 71% പ്രോബബിലിറ്റി ഉള്ള ഏരിയ ആണ്, ഹൈലി പ്രോബബിൾ ആണ്. ഇനി ബ്ലോക്ക് 1 പ്രോസസ് മാനേജ്മെന്റ് യൂണിറ്റ് 4 പ്രോസസ് സിൻക്രണൈസേഷൻ ക്രിട്ടിക്കൽ സെഷൻ സെമാഫോർ ഈ ഇപ്പൊ ക്വസ്റ്റ്യൻസ് 71% പ്രോബബിലിറ്റി ഉണ്ട്. ഇനി യൂണിറ്റ് 5 വരുമ്പോൾ ഡെഡ് ലോക്സ് കണ്ടീഷൻസ് പ്രിവെൻഷൻസ് ബാങ്കേഴ്സ് ഹൈലി പ്രോബബിൾ ആണ്, 71% ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 4 പേജ് റീപ്ലേസ്മെന്റ് 71% പ്രോബബിലിറ്റി ഉണ്ട്. ഇനി ബ്ലോക്ക് 3 ഫയൽ സിസ്റ്റം ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് 3 കവർ ചെയ്യും. ഡിസ്ക് സ്കെഡ്യൂളിംഗ് 57% പ്രോബബിലിറ്റി. ഇനി ബ്ലോക്ക് 2 മെമ്മറി മാനേജ്മെന്റ് അതിൽ യൂണിറ്റ് 2 പേജിംഗ് വേഴ്സസ് സെഗ്മെന്റേഷൻ 43% പ്രോബബിലിറ്റി. ഇനി ബ്ലോക്ക് 2 തന്നെ മെമ്മറി മാനേജ്മെന്റ് അതിൽ യൂണിറ്റ് 3 വെർച്വൽ മെമ്മറി EAT വിത്ത് TLB ഡിമാൻഡ് പേജിംഗ് ഒക്കെ 43% പ്രോബബിൾ ആണ്. ഇനി ബ്ലോക്ക് 1 പ്രോസസ് മാനേജ്മെന്റ് അതിൽ യൂണിറ്റ് 2 പ്രോസസ് ആൻഡ് ത്രെഡ്സ് സ്റ്റേറ്റ്സ് മൾട്ടി ത്രെഡിംഗ് 43% പ്രോബബിൾ ആണ്. ഇനി ബ്ലോക്ക് 3 ഫയൽ സിസ്റ്റം ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന ബ്ലോക്കിൽ യൂണിറ്റ് 2 ഫയൽ അലോക്കേഷൻ കണ്ടിഗ്യുവസ് ലിങ്ക്ഡ് ഇൻഡെക്സ്ഡ് 29% ലോ പ്രോബബിൾ ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 ത്രാഷിംഗ് ആൻഡ് വർക്ക് സെറ്റ് മോഡൽ 29% പ്രോബബിലിറ്റി. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ട്രക്ചേഴ്സ് ആൻഡ് സിസ്റ്റം കോൾ 29% പ്രോബബിൾ. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 5 പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി 29% പ്രോബബിൾ.
ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 2 ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം 29% പ്രോബിലിറ്റി. ഇനി യൂണിറ്റ് 4 ബ്ലോക്ക് 4 ലിനക്സ് യുനിക്സ് കേസ് സ്റ്റഡി 29% പ്രോബബിൾ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ഏരിയാസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. അപ്പൊ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പൊ ഹൈലി പ്രോബിൾ 70%, അതിന് മുകളിലേക്ക് വരുന്ന ഹൈലി പ്രോബിൾ ടോപ്പിക്സ് ലൈക്ക് സ്കെഡ്യൂളിംഗ്, സിങ്കർണൈസേഷൻ, ഡെഡ്ലോക്ക്, പേജ് റീപ്ലേസ്മെന്റ് എക്സെട്ര. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി ടയർ 2 മീഡിയം ലെവൽ ഓഫ് പ്രോബിലിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് സ്കെഡ്യൂളിംഗ്, പേജിംഗ് വേഴ്സസ് സെഗ്മെന്റേഷൻ, VM, EAT, പ്രോസസ്സസ്, ത്രെഡ്സ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇനിയും ലോ പ്രോബിൾ ആയിട്ട് വരുന്ന ഏരിയ, അതായത് ലെസ് ദാൻ 40%, അതിൽ സ്കിം തിയറി വിത്ത് 2-3 ഡയഗ്രാംസ്. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫയൽ അലോക്കേഷൻ, ട്രാഷിംഗ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ട്രക്ചർ, സെക്യൂരിറ്റി, DFS, കേസ് സ്റ്റഡി, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 3 hour ആണ് എക്സാമിന് അലോട്ട് ചെയ്തിട്ടുള്ളത്. 100 മാർക്ക് ക്വസ്റ്റ്യൻസ്, വെയിറ്റേജ് 70% ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ CPU സ്കെഡ്യൂളിംഗ് ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. 5 പ്രോസസ്സസ് അറൈവ് ആസ് ഷോൺ, കമ്പ്യൂട്ട് ഗാൻ ചാർട്ട്, ആവറേജ് വെയിറ്റിംഗ്, ടേൺ അറൌണ്ട് ടൈം, ത്രൂപുട്ട് ആൻഡ് പ്രോസസ് യൂട്ടിലൈസേഷൻ അണ്ടർ FCFS, primitive SJF and RR. Quantum 3 MS ആണ്. Comment on which policy best balances response time and throughput for this workload. അപ്പോൾ പ്രോസസ്സ് തന്നിട്ടുണ്ട്, അറൈവൽ ടൈം തന്നിട്ടുണ്ട്, CPU ബേസ്റ്റ് ടൈമും തന്നിട്ടുണ്ട്. അതിന്റെ ബേസിൽ ഗാൻ ചാർട്ട്, അതുപോലെ ആവറേജ് ടേൺ അറൌണ്ട് ടൈംസ് ആണ്, ത്രൂപുട്ട്, അതുപോലെ പ്രോസസ് യൂട്ടിലൈസേഷൻ ഒക്കെയാണ് ഇതിൽ കാണേണ്ടത്. ബി പാർട്ടിൽ പേജ് റീപ്ലേസ്മെന്റ്, ഗിവൺ ഫ്രെയിം ഈസ് ഈക്വൽ ടു 3 ആൻഡ് റഫറൻസ് സ്ട്രിങ് 2103, ഇങ്ങനെ ഒരു റഫറൻസ് സ്ട്രിങ് തന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് പേജ് ഫോൾട്ട്സ് അണ്ടർ LRU, OPT ആൻഡ് LFU. ഇൻഡിക്കേറ്റ് ദ ഫ്രെയിം കണ്ടന്റ് ആഫ്റ്റർ ഈച്ച് റഫറൻസ് ആൻഡ് ബ്രീഫ്ലി ഡിസ്കസ് വെദർ ബ്ലഡീസ് അനോമലീസ് ഈസ് ഒബ്സർവ്ഡ്. സി പാർട്ടിലെ പ്രോസസ് സിങ്കറണൈസേഷൻ, ഡിസൈൻ പ്ലസ് പ്രൂഫ് സ്കെച്ചിങ് ആണ് വരുന്നത്. ഡിസൈൻ എ സെമാഫോർ ഓർ എ മോണിറ്റർ ബേസ്ഡ് സൊല്യൂഷൻ ഫോർ എ ബൗണ്ടഡ് ബഫർ വിത്ത് മൾട്ടിപ്പിൾ procedures and consumers. Buffer size be greater than 1. Your answer must specify state variable operations and weight or signal placements. Argue freedom from deadlock and starvation and state the safety invariant you rely on. ഇനി ഡി പാർട്ടിൽ ഡെഡ്ലോക്ക്, ബാങ്കേഴ്സ് ഓർ സേഫ്റ്റി ചെക്ക് ആണ്. ഫോർ എ സിസ്റ്റം വിത്ത് റിസോഴ്സ് ടൈപ്പ് R1 of 10, R2 of 5, R3 of 7, the available vector 3,2,2. Allocate metrics of row or processes P1 minus P2. അലോക്കേഷനും മെട്രിക്സും തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ഇഫ് ദ സ്റ്റേറ്റ് ഇസ് സേഫ് ആൻഡ് പ്രൊഡ്യൂസ് എ സേഫ് സീക്വൻസ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. സെക്കൻഡ് വൺ, ഇഫ് P2 subsequently request 1,0,2, test whether granting is keep the system state. Second one, attempt any 3 from question 2 to 5 ആണ്. Each carry 20 mark. 2ന്റെ A പാർട്ടിൽ വെർച്വൽ മെമ്മറി ഓർ TLB ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത് വരുന്നത്. മെയിൻ മെമ്മറി ആക്സസ് ഇസ് ഈക്വൽ ടു 80 NS, TLB ആക്സസ് ഇസ് ഈക്വൽ ടു 8 NS. TLB ഹിറ്റ് റേഷ്യോ വേരീസ് ഇൻ അത് സെറ്റ് ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ട്. പേജ് ഫോൾട്ട് സർവീസ് ടൈം ഇസ് ഈക്വൽ ടു 6 MS including swap. Page fault rate P belongs to 10⁻⁻⁴, 10⁻⁻⁵. First one, derive the effective access time expression, then compute EAT for each pair of H, P. Second one, comment on which factor, hit ratio versus fault rate, dominate EAT in this regime. Okay, second one in the
ബി പാർട്ട് പേജിംഗ് വേഴ്സസ് സെഗ്മെന്റേഷൻ, കോൺസെപ്റ്റ് പ്ലസ് ട്രാൻസ്ലേഷൻ. അതിൽ കോൺട്രാസ്റ്റ് പേജിംഗ് ആൻഡ് സെഗ്മെന്റേഷൻ ഇൻ ടേംസ് ഓഫ് ഫ്രാഗ്മെന്റേഷൻ, protection and sharing. 3 points for each. Second one, for a segmentation with the paging scheme, translate logical address. Segment is equal to 2, offset is equal to 2 into 045C. Given segment 2 length 2 into 20000 page. അങ്ങനെ അതിന്റെ സൈസും തന്നിട്ടുണ്ട് 2 into 400. Segment table entry hold page table base is equal to 0 into 1200. Provide the resulting physical address tab. Assume necessary bits or width. Third one in A part, discuss scheduling. Numerical വരുന്നതാണ്. Initial head at 95, cylinder range 0 to 199, Q 34, 180, 11, 120, 62, 150, 28, 44, 190. Compute total head movement for SSTF, scan towards 199, first and S scan. Briefly discuss fairness and variance in service time for this workload. 3 B part file allocation and access path type question. Explain contiguous, linked and indexed allocation with the miniature layout for a file of 9 blocks starting at block 140 under each scheme. Assume block size fixed. Show the access path for reading block 1, 5 and 9 and discuss Zeek or latency implication. Any 4 in the A part, distributed mutual exclusion type. Present the Ricard Agarwal's algorithm for distributed mutual exclusion. Illustrated 3 process scenario where 2 requests overlap. Show the message ordering and differing reply logic. Provide safety mutual exclusion and argue living under reliable channels. ഇനി അതിന്റെ ബി പാർട്ടിൽ OS കേസ് സ്റ്റഡിയാണ്. വിത്ത് എ ബ്ലോക്ക് ഡയഗ്രം എക്സ്പ്ലെയിൻ ദ ലിനക്സ് കേർണൽ ആർക്കിടെക്ചർ. ഇൻഡിക്കേറ്റ് ഹൗ സിസ്റ്റം കോൾസ് traverse user to kernel space and list 2 debugging tools in instruments to trace this path. ഇനി ഫിഫ്ത്ത് വണ് ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ. ആൻസർ ഇനി 4 ആണ്. ഓരോന്നും 5 മാർക്ക് വെച്ച്. ത്രാഷിംഗ് വർക്കിംഗ് സെറ്റ് Q for a detection and mitigation. B part reader writer starvation free variant outline policy and proof idea. C part role based versus discriminatory access control. Compare with one OS example each. Any remote procedure call. D part stub generation and marshing. In E part input out iOS layered architecture where security service and app sandbox fit. F part process versus thread, context, information and scheduling implication. അപ്പം ഇത്രയാണ് നമ്മളുടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇനിയുള്ള എക്സാംസിന് ഈ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസും ബ്ലോക്ക് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.